എടാ നിനക്കൊക്കെ ഈ ആപ്പിനെ കുറിച്ച് അറിഞ്ഞൂടെ? നീയൊക്കെ എന്തിനാ ഓർഡർ ചെയ്യുന്നേ? അപ്പോൾ ആ പട്ടി തായൊളി പൊലയാടി മോൻ. ഹലോ ഗൈസ്, അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. ഗൈസ്, ഇന്നലെ എനിക്ക് സൊമാറ്റോയിൽ ഇന്നലെ നൈറ്റ് എനിക്കൊരു ഓർഡർ വന്നായിരുന്നു. നൈറ്റ് എന്ന് വെച്ചാൽ വെളുപ്പാൻ രാവിലെ. ഞാനത് ഓർഡർ പിക്ക് ചെയ്ത് നമ്മുടെ ഇടച്ചിറയിലുള്ള പിസ്സ ഹട്ട് എന്നാണ്. അപ്പോൾ ഞാൻ ആ ഓർഡർ പിക്ക് ചെയ്തു. ഞാൻ അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3:09 3:13 സാധനം കിട്ടി. അപ്പോൾ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്ന നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള മറ്റേ ഒലിവ് ഇവ ഹോട്ടൽസ് എന്ന് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ആ ഒലിവ് ഇവയുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഒരു ലൊക്കേഷൻ ചെന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കസ്റ്റമറിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ ക്വാർട്ടേഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ ലൊക്കേഷനിലെത്തി, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ അജ്മീർ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അതിൻ്റെ തൊട്ട് താഴോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ആ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴോട്ട് ആണ് അവർ ആ ക്വാർട്ടേഴ്സ് വരുന്നത്. ഈ ക്വാർട്ടേഴ്സൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഒരു ചെറിയൊരു വീട് കണക്ക് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ നേരെ അവിടെ ചെന്ന് ഫുഡ് കൊണ്ടുവന്നു. അതിന് മുമ്പേ പുള്ളിക്കാരൻ ഫോണിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് വൾഗറായിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മളത് വലിയ കാര്യമാക്കുന്നില്ല. ഉടൻ തന്നെ ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരനെ കൊണ്ട് കൊടുത്തു. അവൻ്റെ പേര് ഷെഫീഖ് എന്നാണ്, ഷെഫീഖ്. അപ്പോൾ അവൻ ആക്ച്വലി ആ ഹോട്ടൽ ഇവയിലെ സ്റ്റാഫാണ്. അവൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് സാധനം കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഞാനിവിടെ ഹോട്ടൽസിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്രസ്സ് കൊടുത്ത്, ഞാൻ വിളിച്ചല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് തരാം, ഞാൻ ആ അടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ആപ്പിൻ്റെ മിസ്റ്റേക്കാണ്, അത് നിങ്ങളുടെ കമ്പനിയുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ സംസാരിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുക, അത് ഞാൻ 49 മിനിറ്റിന് മുമ്പേ ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിതിപ്പോൾ അടിച്ചതേ ഉള്ളൂ, ഇപ്പോഴാണ് എനിക്ക് ഓർഡർ വന്നത്. അപ്പോൾ അവനങ്ങ് സംസാരിക്കുമോ അപ്പോൾ ആ പട്ടി തായൊളി പൊലയാടി മോൻ. അപ്പോൾ എന്നിട്ട് അവൻ കണ്ടു കഴിഞ്ഞാൽ ഒരു കോല് കണക്കിരിക്കുന്ന പറ്റണം പൊലയാടി മോനാണ്, പൊലയാടി മോൻ. എനിക്ക് ആ വന്ന ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ എന്തായിരുന്നാലും ഒന്ന് ചെക്ക് ചെയ്യണം. ഇവൻ 49 മിനിറ്റിന് മുമ്പേ ഓർഡർ ചെയ്തു. ഡെലിവറി ബോയ്സ് ആ സമയത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ലേറ്റായി അടിക്കുന്നത്. കാരണം ഓരോ ഡെലിവറി ബോയ്സും അവരവരെ ഓർഡർ കഴിഞ്ഞാൽ മാത്രമേ അടിക്കുകയുള്ളൂ. അപ്പോൾ അവനാണ് കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കൊച്ചു പൊലയാടി മോൻ, അവൻ ഇവയിലെ സ്റ്റാഫാണ്. അവനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പട്ടി വെള്ളം കുടിക്കത്തില്ല. അത്രയ്ക്കും ഞാൻ ഇന്നലെ എൻ്റെ നല്ല സ്വഭാവത്തിനായതുകൊണ്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. കാരണം നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അവനൊക്കെ സംസാരിക്കുന്ന കേൾക്കണം. ഈ നായിൻ്റെ മോനെയൊക്കെ എങ്ങനെ ഈ ഹോട്ടലിലൊക്കെ പണിക്കെടുത്തെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് ഹോട്ടലുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലേ, ഇവനൊക്കെ പോയി ഇൻ്റർവ്യൂവിന് പോയി ഇരിക്കുമ്പോൾ അഭിനയിച്ചിട്ടല്ലേ ജോലി കിട്ടുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും തനി സ്വഭാവം നോക്കി ജോലി കൊടുക്കുമോ? ഇല്ലല്ലോ. ഇവനെ അങ്ങ് സംസാരിക്കൂ. ഇവനാണ് ഇത്രയേ ഉള്ളൂ. കാരണം ആ സമയത്ത് എനിക്ക് ഓർഡർ അടിച്ചു പോയി. ആ ഓർഡർ അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൻ്റെ കാലേ വാരി ഞാൻ നിലത്തടിച്ചേനെ. അവൻ്റെ പൊലയാടി മോൻ്റെ അവനങ്ങ് സംസാരിക്കും. ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതിന് അതിൻ്റേതായ ഒരു ഇതുണ്ട്, മാനേഴ്സ് ഉണ്ട്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓരോ ഡെലിവറി ബോയ്സും ഓടി നിങ്ങൾക്ക് പെട്ടെന്ന് ഫുഡ് കൊണ്ട് തരുന്നത് ഞങ്ങൾ ഒരിക്കലും ലേറ്റ് ആക്കത്തില്ല ഫുഡ്. കാരണം ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഞങ്ങൾക്ക് ആ പൈസ ഞങ്ങൾ വിചാരിക്കുന്ന ഇൻസെൻറ്റീവൊക്കെ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണം. ഒരു ഓർഡർ ഒന്നിൽ റെസ്റ്റോറൻറ്റിൽ ലേറ്റ് ആകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് പോയി എത്രയോ പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നില്ല. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ എത്തി നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ നീയൊക്കെ മനസ്സിലാക്കണം, മൈരന്മാരെ നീയൊക്കെ മനസ്സിലാക്കണം, ഞങ്ങൾ അവിടെ നിങ്ങളുടെ ഫുഡിന് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണെന്ന്. ഇവൻ 49 മിനിറ്റിന് മുമ്പേ അവൻ കുണച്ചെന്നവൻ പറയുന്നു. എനിക്ക് ഓർഡർ വന്ന ടൈമും ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തേക്കാം. ആ പൊലയാടി മോനെ എന്നെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടി അവൻ്റെ കാലേ വാരി ഞാൻ നിലത്തടിക്കും. പട്ടി പൊലയാടി മോൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത്. ബ്രോ, ആരെങ്കിലും ഇവൻ്റെ സംസാരം കേട്ടാലുണ്ടല്ലോ ഈ തളർന്ന് കിടക്കുന്ന
ആൾക്കാർ എഴുന്നേച്ച് ഒരു കാരണം മറിഞ്ഞ് ഒരൊറ്റ അടി ഇവനെ അടിച്ചു. അങ്ങനത്തെ രീതിയിൽ ഈ പന്ന പൊലയാടി മോൻ സംസാരിക്കുന്നത്. അത് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി സമയമായിരുന്നാലും ഞങ്ങൾക്ക് ഓരോ സെക്കൻഡിനും വിലയുണ്ട്. നീയൊക്കെ മനസ്സിലാക്കുക. അല്ല നിന്നെ പേടിച്ച് ഞാൻ അപ്പോൾ പോയതല്ല. എനിക്ക് അപ്പം തന്നെ അടുത്ത ഓർഡർ അടിച്ച് എനിക്ക് 2 മിനിറ്റേ ഉള്ളൂ. ഈ ലാസ്റ്റ് ഓർഡർ എടുത്താൽ മാത്രം അവിടുത്തെ സാധനം എടുത്താൽ മാത്രമേ എനിക്ക് എൻ്റെ ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. നീയൊക്കെ എന്തിടാ നിനക്കൊക്കെ ഈ ആപ്പിനെ കുറിച്ച് അറിഞ്ഞൂടെ? നീയൊക്കെ എന്തിനാ ഓർഡർ ചെയ്യുന്നേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും അറിയണം. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറേ നാളായി. പക്ഷെ ഇങ്ങനെയും പൊലയാടി മക്കളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് ഇനിയൊന്ന് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇവയിലെ മാനേജ്മെൻറ്റ്, ഹോട്ടൽ ഇവയിലെ മാനേജ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതേ കണക്കത്തെ പൊലയാടി മക്കളെ നിങ്ങൾ ജോലിക്ക് വെക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവനൊക്കെ നോർമലായിട്ട് ഈ നമ്മുടെ അടുത്ത് ഇവന്മാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഞങ്ങൾ ഈ ഫുഡ് ഞങ്ങൾ 1 സെക്കൻഡ് പോലും ഞങ്ങൾ പരിചയമില്ലാത്ത ഇവന്മാരുടെ അടുത്ത് ഈ നായയുടെ മക്കൾ ഇങ്ങനെ കാണിക്കുന്നു. അവൻ്റെ പേര് ഷെഫീഖ് എന്നാണ്. ഇവയിലെ സ്റ്റാഫാണ്. അവൻ താമസിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ ഇവൻ എങ്ങനെയൊക്കെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ വർക്ക് ചെയ്യുന്നവർ ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവൻ്റെ തനി സ്വഭാവം അറിയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കത് സമാധാനം കിട്ടത്തില്ല കേട്ടോ. ശരി ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.